വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന വിലയിരുത്തലില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. വർഗീയ പ്രചാരണം നടത്തി വിശ്വാസികളെ കബളിപ്പിച്ച് വോട്ട് നേടാൻ ശ്രമം നടന്നു. LDFും BJPയും തമ്മിൽ മത്സരം നടന്നയിടങ്ങളിൽ കോൺഗ്രസ് BJPക്ക് വോട്ട് നൽകി. വോട്ട് കൈമാറ്റത്തിന് ശേഷം ഭാരവാഹി തെരഞ്ഞെടുപ്പിലും ഈ കൂട്ടുകെട്ട് തുടർന്നുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. വിജൻ വായാന്തോട വിവരങ്ങൾ നൽകാനായി ചേരുന്നു. വിജൻ, ഈ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചതിന് ശേഷം അദ്ദേഹം ഇല്ല എന്നൊരൊറ്റ വാക്ക് മറുപടി നൽകിക്കൊണ്ട് നേരെ കോൺഗ്രസിലെ അല്ലെങ്കിൽ കർണാടകയിലേക്കാണ്, കർണാടക ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ട മറുപടിയിലേക്കാണ് അദ്ദേഹം പോയത്. മറ്റ് എന്തൊക്കെ വിലയിരുത്തലിലേക്കാണ് CPM കടന്നിട്ടുള്ളത് വിജൻ? അനീഷ്, എന്തായാലും വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തിരിച്ചടിയായിട്ടില്ല എന്നുള്ളതാണ് CPMന്റെ വിലയിരുത്തലെന്നാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ സ്വർണ്ണക്കൊള്ളയും ഒപ്പം അമിതമായ ആത്മവിശ്വാസവും തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തലാണ്. സംഘടനാ തലത്തിൽ ദൗർബല്യമുണ്ടായിരുന്നു. അമിതമായ ആത്മവിശ്വാസം കൊണ്ട് അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെയുള്ള പ്രവർത്തനങ്ങൾ അത് കൃത്യമായി നടന്നില്ല എന്നുള്ള വിലയിരുത്തലേക്കാണ് CPM സംസ്ഥാന സമിതി യോഗം എത്തിയിരിക്കുന്നത്. എന്തായാലും വിപുലമായ പ്രചരണം നടത്തി തിരിച്ചു വരാനുള്ള ഒരു നീക്കം അത് CPMന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ളതാണ് ഇന്ന് സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. അടിത്തട്ടിൽ ജനങ്ങളെ നേരിട്ട് കണ്ട് ഗൃഹസന്ദർശനം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തി ഓരോ വാർഡിലും ഓരോ കുടുംബയോഗങ്ങളും ഓരോ ലോക്കലിലും ഓരോ പൊതുയോഗങ്ങളും ഒക്കെ സംഘടിപ്പിച്ച് വരും ദിവസങ്ങളിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറാകാനുള്ള നിർദ്ദേശമാണ് നിലവിൽ സംസ്ഥാന സമിതി യോഗം എടുത്തിട്ടുള്ളത്. അത്തരം തീരുമാനങ്ങളിലേക്ക് CPM എന്തായാലും കടക്കുകയാണ്. ആവർത്തിച്ച ചോദ്യത്തിന് സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായത് അത് മാധ്യമങ്ങളും ഒപ്പം തന്നെ UDFും BJPയും വലിയ പ്രചാരണായുധമാക്കി. ആ പ്രചാരണായുധത്തെ മറികടക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ വേണ്ടത്ര നേട്ടമുണ്ടാക്കാൻ ആ പ്രചാരണത്തിന് UDFിനോ ഒപ്പം തന്നെ BJPക്കോ സാധിച്ചില്ല എന്നും എം വി ഗോവിന്ദൻ പറയുകയാണ്. എന്തായാലും സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് CPM നടത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാൻ ഒപ്പം തന്നെ സംഘടനാ തലത്തിൽ ഉണ്ടായ ദൗർബല്യങ്ങൾ പരിഹരിച്ച് അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെയുള്ള പ്രമുഖരെ ഉൾപ്പെടുത്തി വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചരണത്തിലേക്കാണ് കടക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരായ ശക്തമായ പ്രചാരണത്തിന് ഉള്ള തീരുമാനവും നിലവിൽ എന്തായാലും CPM സംസ്ഥാന സമിതി യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. 3 ദിവസമായിട്ടാണ് CPMന്റെ നേതൃയോഗങ്ങൾ നടന്നത്. ആദ്യത്തെ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇന്നലെയും ഇന്നുമായാണ് സംസ്ഥാന സമിതി യോഗവും നടന്നത്. ഇതിൽ സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലുമുള്ള അംഗങ്ങൾ നടത്തിയ വിമർശനം അത് സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ളവ തിരിച്ചടിയായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ പത്മകുമാറിനെ ഉൾപ്പെടെ സംരക്ഷിച്ചത് അത് ഈ മറ്റ് UDFന്റെയും ഒപ്പം തന്നെ BJPയുടെയും ഒക്കെ പ്രചാരണത്തിന് ശക്തി വർദ്ധിപ്പിച്ചു. എങ്കിലും പത്മകുമാറിനെയോ ഇന്ന് അറസ്റ്റിലായ വിജയകുമാറിനെയോ ഒന്നും പുറത്താക്കാൻ എന്തായാലും CPM തീരുമാനിക്കുന്നില്ല. ഏതാണ് അവർ ചെയ്ത കുറ്റമെന്ന് തെളിയട്ടെ. സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട്. അത് ഒരു തരി സ്വർണം പോലും പുറത്തു പോകാതെ തിരിച്ചെത്തിക്കാനുള്ള എല്ലാ അന്വേഷണം നടത്തും. അതാണ് CPM നിലപാട്. പക്ഷേ ഈ പത്മകുമാറും ഒപ്പം തന്നെ ഇന്ന് അറസ്റ്റിലായ വിജയകുമാറും ഉൾപ്പെടെയുള്ളവർ ഏത് തരത്തിലുള്ള കൊള്ള നടത്തി എന്ന കാര്യത്തിൽ അന്വേഷണത്തിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകട്ടെ. അന്വേഷണ സംഘം എന്ത് കണ്ടെത്തൽ നടത്തുന്നു ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സംഘടനാ നടപടി എന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ ഉയർന്ന പല വിഷയങ്ങളിലും ന്യൂനപക്ഷ വോട്ടുകളിൽ ഉണ്ടായ വിള്ളൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ഏതൊക്കെ നടപടികൾ സ്വീകരിക്കാമെന്ന കാര്യത്തിൽ ഉൾപ്പെടെ CPM 3 ദിവസമായി ചേർന്ന നേതൃയോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ LDF തലത്തിൽ ജാഥ നടത്താനുള്ള തീരുമാനത്തിലേക്കും പോയിട്ടുണ്ട്. 3 മേഖലകളായി തിരിച്ചായിരിക്കും ജാഥ. ഒന്ന് CPI നേതാക്കൾ നയിക്കുന്ന ജാഥയും ഒപ്പം തന്നെ CPM നയിക്കുന്ന ജാഥയും മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ജാഥയും അങ്ങനെ 3 മേഖലാ ജാഥകളായിട്ടായിരിക്കും പ്രചാരണത്തിന് CPM തുടക്കം കുറിക്കുക. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ ഏകദേശം 60 സീറ്റോളം ഇപ്പോൾ ഉള്ള വോട്ട് കണക്ക് പ്രകാരം CPMനും LDFനും ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റ് നേരോ മാർജിനിൽ തോറ്റ സീറ്റുകളുണ്ട്. അവിടെയൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കേരളത്തിൽ വിപുലമായ പ്രചരണം നടത്തി തിരിച്ചുവരും എന്നുള്ളതാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. തനിക്കുൾപ്പെടെയുള്ള അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലുള്ള തെറ്റും ജനങ്ങൾ കണ്ടെത്തിയിട്ടില്ല. സർക്കാരിൽ പൂർണ്ണമായ വിശ്വാസം തന്നെയാണ് ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ളത്. അതിൽ ഉള്ള അമിതമായ ആത്മവിശ്വാസമാണ് തിരിച്ചടിക്ക് കാരണം എന്നുള്ള വിലയിരുത്തലാണ് CPM സംസ്ഥാന സമിതി എന്തായാലും നടത്തിയിട്ടുള്ളത്. വിവിധ തരത്തിലുള്ള പരിപാടികൾ ആണ് CPM 3 ദിവസമായി ചേർന്ന നേതൃയോഗത്തിൽ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിൽ അത്തരം പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. അനീഷ.